ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് ബാഗ് മേക്കിംഗ് ആണ്. ഫുൾ വീഡിയോ ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറയാം. കത്രിക, കളറ്, ടാപ്പ്, അതുപോലെ പെൻസിൽ, ഇറേസർ. അത് മാത്രം മതി. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ട്, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഒരു പേപ്പർ എടുക്കുക, മടക്കുക. അതിന് കുറോമി ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ കുറോമിന് വരച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നു ബ്ലൈൻഡ് ബാഗിൻ്റെ. അതിലെങ്ങനെ ട്രേസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. AR ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലൂടെയാണ് ഞാൻ ട്രേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ ട്രേസ് ചെയ്യാതെ വരയ്ക്കാം, അല്ലെങ്കിൽ നോക്കി വരയ്ക്കാം. എന്നിട്ട് ആ കുറോമിൻ്റെ ഇതിനൊക്കെ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കളറായിട്ട് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ CD മാർക്കറായിട്ടാണ് ഔട്ട്ലൈൻ ചെയ്തത്. പിന്നെ റെഡ്, എപ്പിക്ക് അതൊക്കെ ബാക്കിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് കുറോമിനെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള ബ്ലാക്കിലാണ്. അതുകൊണ്ട് തന്നെ തലമ മാത്രം ബ്ലാക്ക് ഉള്ളൂ. പിന്നെ പിൻട്രസ്റ്റിൽ കുറോമിന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് പിക്ചേഴ്സുകൾ വരും. പിന്നെ റെഡിന്, എപ്പിക്കിന് അതിനൊക്കെ ഇങ്ങനെ കളർ ചെയ്യാം. എന്നിട്ട് സെല്ലോ ടേപ്പ് എടുത്തിട്ട് അടിയിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തോട്ട് മടക്കുക. എന്നിട്ട് അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്തതിന് ശേഷം മടക്കുക. അത്രേ ഉള്ളൂ. ഇനിയൊരു ബാഗ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് വേറൊരു പേപ്പർ എടുത്തതിന് ശേഷം അതിലൊരു കുറോമിനെ അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് അതിന് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം മാത്രമേ കളർ കൊടുക്കാൻ പാടുള്ളൂ. ഔട്ട്ലൈൻ ചെയ്താലാണ് അതിൻ്റെ ഭംഗി വരിക. എന്നിട്ട് അതും സെല്ലോ ടേപ്പായിട്ട് കവർ ചെയ്യുക. ഗ്ലാസ് ടേപ്പ് എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഒരു ശ്രദ്ധിക്കുക, കവർ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടണം. കാരണം പഞ്ഞി നിറയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾ വിട്ടില്ലെങ്കിൽ പഞ്ഞി ഇതിൽ കൂടെ നിറക്കാമെന്ന് പോലും നിങ്ങൾക്ക് സംശയിക്കും. ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പഞ്ഞി ഇങ്ങനെ നിറയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതും സെല്ലോ ടേപ്പായിട്ട് കവർ ചെയ്തെടുക്കുക. ഒട്ടിക്കുക, ബാക്കിലോട്ട് അങ്ങോട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുറോമിൻ്റെ സ്ക്വിഷി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു പേപ്പർ എടുത്തതിന് ശേഷം മടക്കുക. ഒരു പെന്ന് വെച്ച് കൊടുത്ത്, കുറോമിൻ്റെ ഒരു പെന്നാണ്, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്യുക. ഓക്കെ, രണ്ടായി മടക്കിയിട്ട് കട്ട് ചെയ്യണം. അതായത് പേപ്പർ നടു മടക്കുക, എന്നിട്ട് അളവെടുക്കുക, വെട്ടുക. എന്നിട്ട് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. സൈഡിലും അടിയിലും, രണ്ട് സൈഡിലും പിന്നെ അടിയിലും. പിന്നെ പെന്നിട്ട് കൊടുക്കുക, മുകളിലത്തെ ഭാഗം മടക്കുക, ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഇതിൻ്റെ ഒരു ചിഹ്നം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ എന്ന് എഴുതി കൊടുത്ത ഒരു ബാഗിൽ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറോമിൻ്റെ സ്ക്വിഷി ഇതുപോലെ ഒരു ബാഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് ഒരു ടാപ്പൊക്കെ ഒട്ടിച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണ്, എപ്പിക്കാണോ ഇതാണോ എന്ന് എഴുതി കൊടുക്കുക. ഞാൻ എപ്പിക്കാണ് ചൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ സ്റ്റിക്കേഴ്സ്, വേറെ ഒരു സ്റ്റിക്കറുണ്ട് ഹാൻഡ് മെയ്ഡ് അല്ലാത്ത, പിന്നെ നമ്മൾ സ്ക്വിഷി, എക്സ്ട്രാസ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി മുകളിലത്തെ ഭാഗം ഇതേപോലെ സെല്ലോ ടേപ്പായിട്ട് കവർ ചെയ്യുക. സിമ്പിളാണ് ഉണ്ടാക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, അവരും കൂടി കാണട്ടെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.